ഏരിയ നിങ്ങൾക്ക് അറിയായിരിക്കും. ആൻഡ് ഇവിടെ വന്നിട്ട് ഞാൻ നമ്മുടെ ഇന്നോവയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം ഫ്ലോപ്പ് ആയെങ്കിലും ഞാൻ ആ വീഡിയോ ഇട്ടു. ഓക്കെ, സോ ഞാൻ വേറെ സ്കൂട്ടർ കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ജൂപ്പിറ്റർ. ഇതിൻ്റെ ഒരു പഴയ ജൂപ്പിറ്റർ ഉണ്ടായിരുന്നു, എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു സാധനമായിരുന്നു. ഒരു സഡൻ ടോർക്കില്ല, അത്യാവശ്യം കൈ കൊടുത്ത് നിർത്തിയാൽ മാത്രമേ വണ്ടി ഫ്ലൂ ആയിട്ട് പോകത്തുള്ളൂ. ഇച്ചിരി പൊക്കമുണ്ട് ആക്സസും ജൂപ്പിറ്ററും വെച്ച് നോക്കുക, ആക്റ്റീവ് ഒക്കെ വെച്ച് നോക്കുന്ന ടൈമിൽ. അല്ലാത്ത വേറെ സംഭവം എനിക്ക് ആ സ്കൂട്ടറിൽ തീരെ താല്പര്യമില്ലായിരുന്നു. ആൻഡ് അത് വെച്ച് നോക്കുന്ന ടൈമിൽ കമ്പയറിംഗ് തന്നെ വേണേൽ പറഞ്ഞു. സോ അത് വെച്ച് നോക്കുമ്പോൾ അതിനുശേഷം ഒരു ജൂപ്പിറ്റർ ഇറങ്ങി, അത് ഞാൻ ഓടിച്ചായിരുന്നു, സൂപ്പർ സാധനമായിരുന്നു. അതിനുശേഷമാണ് ഇത് ഇറങ്ങിയത്. ഇതിൻ്റെ ബേസ് മോഡലും ഉണ്ട്. സോ ഈ വണ്ടി ഫുൾ ഓപ്ഷനാണ്. ആൻഡ് ഈ ഒരു സ്കൂട്ടറിൽ മെയിൻലി ഞാൻ ആ പഴയ ജൂപ്പിറ്റർ വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്താ പറയുക, എനിക്ക് അത്യാവശ്യം കുറച്ച് നന്നായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതിന്റെ ബേസ് മോഡൽ നമുക്ക് ഇവിടെ ഒരു നോർമൽ സ്പീഡോമീറ്റർ ആണ് വരുന്നത്. ഇത് ഫുൾ ഓപ്ഷൻ ആണ്. സോ ഇത് നമുക്ക് ഡിജിറ്റലാണ് വരുന്നത്. ഓക്കെ, ഇവിടെ മോഡ് ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. സോ ആൻഡ് ഇവിടെ ഇവിടെയാണ് നമുക്ക് പഴയ ജൂപ്പിറ്ററിന്റെ ഫ്യൂൽ ടാങ്ക് വരുന്നത്. സോ അത് നേരെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു പോക്കറ്റും ഉണ്ട്. ഈ പോക്കറ്റിൽ സാധനങ്ങൾ വെച്ചിട്ട് ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക, അവിടെ ഒരു സാധനം ഉണ്ടെന്ന് ഓർമ്മ വേണം. 120 മൈൽ സ്പീഡിൽ പോയി ഹമ്പൊക്കെ കയറി, അവിടെ 2-3 ഹമ്പ് ഉണ്ടാക്കും. അങ്ങനെയൊക്കെയുള്ള ഹമ്പൊക്കെ പോയി ഫൂന്നൊക്കെ കയറുമ്പോൾ തെറിച്ച് ഫീന്നങ്ങ് പോകും. സോ പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അത് ഞാൻ അവിടെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടൊന്ന് ഓടിച്ച് നോക്കാന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് നല്ലൊരു പേടിയുണ്ട്, അതാണ് ഞാൻ അവിടെ നിന്ന് വെക്കാൻ പോയില്ല. പ്രത്യേകിച്ച് ഫോണൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചെങ്കിലും ഞാൻ എടുത്ത് തിരിച്ച് പോക്കറ്റിലേക്ക് തന്നെ വെച്ചു. ഓക്കെ, ഡിക്കി മെയിൻലി എനിക്ക് ഇതിന്റെ ഡിക്കിയാണ് ഇഷ്ടപ്പെട്ടത്. സൂപ്പർ ഡിക്കിയാണ്, 2 ഹെൽമെറ്റ് സുഖമായിട്ട് വെക്കാൻ പറ്റും. അത്ര സ്പേസ് ഉള്ള കിഡിലെ ഡിക്കിയാണ്. സോ ന്യൂസ് പേപ്പർ ഒക്കെ ആയിട്ട് കൊണ്ട് വെച്ചത് സൂപ്പർ ഡിക്കി സ്പേസ് ആണ് ഈ വണ്ടിക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇത് കറക്റ്റ് ഈ ഒരു പോർഷനിലാണ് ഞാൻ ഇരുന്നിട്ടാണ് ഞാൻ ഓടിക്കുന്നത്. കംപ്ലീറ്റ്ലി പ്രോപ്പറായിട്ട് എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്ട്രൈറ്റ് ഹാൻഡിൽ വെച്ചിട്ട് ഫേസ് ചെയ്തിട്ട് എനിക്ക് സുഖമായിട്ട് നല്ലൊരു ഗുഡ് റൈഡ് കംഫോർട്ട് എനിക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇതിന്റെ ആക്സലറേഷൻ നല്ലതാണ്, ഇതിന്റെ സസ്പെൻഷൻസ് അത്യാവശ്യം നല്ലതാണ്. കട്ടറിലൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല പഴയ ആ ഒരു ജൂപ്പിറ്റർ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു കംപ്ലീറ്റ്ലി എന്താ പറയുക, എല്ലാ സെഗ്മെന്റിൽ നിന്നും ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. എല്ലാ സെഗ്മെന്റിൽ നിന്നല്ല, എല്ലാ സൈഡിൽ നിന്നും നമുക്ക് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, വണ്ടി ഓൺ ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ വണ്ടി അങ്ങ് ഓൺ ആവും. ആൻഡ് ഇവിടെ നമുക്ക് ക്ലസ്റ്റേഴ്സ് ഓൺ ആയിട്ടുണ്ട്. സോ സീരിയസ്ലി എനിക്ക് ശരിക്കും പറയാനാണെങ്കിൽ എനിക്ക് വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ആൻഡ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കാണിക്കാം. സ്റ്റാൻഡ് മാറ്റി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അമ്പോ അറിയത്തില്ല സ്റ്റാർട്ട് ആവുന്നതൊക്കെ. ജസ്റ്റ് ഓഫ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പോൾ കീ ഓൺ ചെയ്തു. ഓ അറിയത്തില്ലെന്ന് പറയാൻ സീരിയസ്ലി ഐ എം സെയിങ്, ഒരു പൊടി പോലും നമ്മൾ വണ്ടിയിലിരുന്ന് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ആവുക സാധനം സ്റ്റാർട്ട് ആവും. പഴയ ജൂപ്പിറ്ററൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് എന്തുവാണോ. എന്തായാലും കുഴപ്പമില്ല, ഞാൻ അങ്ങനെ എഴുതി വെച്ച് പറഞ്ഞതല്ല. ജസ്റ്റ് നോർമലി എനിക്ക് വണ്ടി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ആക്സലറേഷൻ കാണിക്കാം. ഓക്കെ, അമ്മോ ഒരു രക്ഷയില്ലാത്ത ആക്സലറേഷൻ ആട്ടോ, ഒരു രക്ഷയില്ലാത്ത.